ഒരു കാലഘട്ടത്തിൻ്റെ മാത്രമല്ല, കാലഘട്ടങ്ങളുടെ സംഗീതജ്ഞനായി ഇളയരാജ 80ൻ്റെ പ്രൗഢിയോടെ നിറഞ്ഞു നിൽക്കുന്നു. 7000-ലധികം ഗാനങ്ങൾ, 1000-ലധികം ചിത്രങ്ങളുടെ പശ്ചാത്തല സംഗീതം, മാന്ത്രികത നിറയുന്ന ഈണങ്ങൾ കൊണ്ട് സംഗീതപ്രേമികളുടെ നെഞ്ചിലെ ഈണമായി മാറാൻ കഴിഞ്ഞ ഇസൈജ്ഞാനി ഇളയരാജ. SPBയുടെയും എസ് ജാനകിയുടെയും മികവാർന്ന എണ്ണമറ്റ ഗാനങ്ങൾ പിറന്നതും ഇളയരാജയുടെ ഈണത്തിലൂടെ തന്നെയാണ്. ഇളയരാജയുടെ ഈണങ്ങൾ മൂളാത്ത ഒരാളും ഉണ്ടാകില്ല എന്ന് പറഞ്ഞാലും അതിൽ അതിശയോക്തി ഒന്നും ഉണ്ടാകില്ല. 1943 ജൂൺ 2-നാണ് രാമസ്വാമിയുടെയും ചിന്നത്തായുടെയും മകനായി ഇളയരാജ എന്ന സംഗീത ലോകത്തിൻ്റെ അത്ഭുതം പിറവിയെടുക്കുന്നത്. സംഗീതം ഹൃദയത്തിൻ്റെ തുടിപ്പായി അലിഞ്ഞു ചേർന്നിരുന്ന ഗണദേശികൻ 14-ാം വയസ്സിൽ തന്നെ ജ്യേഷ്ഠൻ പാവലർ വരദരാജൻ നയിച്ചിരുന്ന പാവലാർ ബ്രദേഴ്സിൽ ഗായകനായാണ് അരങ്ങേറ്റം കുറിച്ചത്. ഗണദേശികൻ എന്ന പേര് സ്കൂളിലെത്തിയപ്പോഴാണ് ആ പേര് മാറ്റി രാജ എന്നാക്കുന്നത്. ദക്ഷിണേന്ത്യയിലാകെ തൻ്റെ സംഗീത സബരി നടത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് തൻ്റെ ആദ്യ ഗാനവും അദ്ദേഹം ചിട്ടപ്പെടുത്തിയത്. പ്രമുഖ കവി കണ്ണദാസൻ രചിച്ച ഒരു വിലാപകാവ്യത്തിന് ഈണമിട്ടുകൊണ്ടായിരുന്നു അത്. ഈ ഗാനം അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്തു. പിന്നീട് 1968 സംഗീതത്തിൻ്റെ ഉള്ളറിവുകൾക്ക് വേണ്ടി കൂടുതൽ പഠനത്തിനായി അദ്ദേഹം പ്രശസ്ത സംഗീതജ്ഞനായ ധൻരാജിനൊപ്പം ചേർന്നു. തുടർന്ന് നടത്തിയ യാത്രകൾ സംഗീതത്തിൽ പുതുമകൾ തേടിയുള്ള ഒന്നായിരുന്നു. എത്ര പഠിച്ചാലും തീരാത്ത ഒന്നായി സംഗീതം ഇളയരാജയ്ക്ക് മുന്നിൽ ഒരാഴി തന്നെ തീർത്തുകൊണ്ടിരുന്നു. അതിൽ അഭിരമിക്കാൻ ഉറച്ച അദ്ദേഹം 1976 അന്നക്കിളി എന്ന ചിത്രത്തിന് വേണ്ടി സംഗീത സംവിധാനം നിർവഹിച്ചുകൊണ്ട് ചലച്ചിത്ര ലോകത്തിലേക്കുള്ള പ്രവേശനത്തിന് വഴി തുറക്കുകയായിരുന്നു. തമിഴിൻ്റെ സ്വന്തം ഈണം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിന് പാശ്ചാത്യ സംഗീത മാതൃകകളെയും തമിഴിൻ്റെ നാടൻ ശീലുകളെയും അദ്ദേഹം ഹൃദ്യമായി ലയിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈണങ്ങൾ 2 കൈകൾ കൊണ്ടുമാണ് തമിഴ് ജനത ഏറ്റെടുത്തത്. സംഗീതത്തിൽ മാന്ത്രികത തീർത്ത അദ്ദേഹത്തെ മുൻ മുഖ്യമന്ത്രി M കരുണാനിധിയാണ് ഇസൈജ്ഞാനി എന്ന് വിശേഷിപ്പിച്ചത്. തമിഴ്, ഹിന്ദി, മറാത്തി, തെലുങ്ക്, മലയാളം എന്നീ ഭാഷകളിലായി ഏകദേശം 4500-ലധികം ഗാനങ്ങൾക്ക് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. 1993 ക്ലാസിക് ഗിറ്റാറിൽ ഇളയരാജ ലണ്ടനിലെ ട്രിനിറ്റി സ്കൂൾ ഓഫ് മ്യൂസിക്സിൽ നിന്നും സ്വർണ്ണ മെഡലോടെ ഡിപ്ലോമ കരസ്ഥമാക്കിയിട്ടുണ്ട്. കൂടാതെ ലണ്ടനിലെ റോയൽ ഫിൽഹാർമോണിക് ഓർക്കസ്ട്രയിൽ സിംഫണി ചെയ്ത ആദ്യ ഏഷ്യാക്കാരനെന്ന ബഹുമതിയും ഇദ്ദേഹത്തിന് തന്നെ സ്വന്തം. ലോകത്തിലെ ഏറ്റവും മികച്ച ഗാനങ്ങളിലൊന്നായി BBC തെരഞ്ഞെടുത്ത ഗാനങ്ങളിൽ ദളപതിക്ക് വേണ്ടി ഇളയരാജ ഈണമിട്ട രാക്കമ്മ കയ്യേത്തട്ട് എന്ന ഗാനവുമുണ്ടെന്നത് ഇന്ത്യക്കാർക്കൊന്നാകെ അഭിമാനിക്കാവുന്ന നേട്ടമാണ്. അദ്ദേഹത്തിൻ്റെ സംഗീത സബരിയ കൊണ്ട് അനശ്വരമായ നിരവധി ഗാനങ്ങൾ നമ്മുടെ മനസ്സ് നിറയ്ക്കുന്നു. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഗാനങ്ങൾ കൊണ്ട് പുതുതലമുറയുടെ തന്നെ ഗുരുസ്ഥാനത്തേക്ക് അദ്ദേഹം എടുത്തുയർത്തപ്പെടുകയായിരുന്നു. നിരവധി സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്തതാണ്. ഏത് മനോഹര ഗാനത്തിലും സംഗീതത്തിൻ്റെ വസന്തമാണ് അദ്ദേഹം തീർത്തത്. ഏത് ഭാഷയിലും അദ്ദേഹം ആ നാടിൻ്റെ ഗന്ധമുള്ള ഈണങ്ങൾ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ എല്ലാ ഭാഷയിലും തൻ്റേതായ ഇരിപ്പിടം നേടിയെടുക്കാൻ ഇളയരാജയ്ക്ക് കഴിഞ്ഞു. മലയാളത്തിൽ തന്നെ എത്ര കേട്ടാലും മതിവരാത്ത നിരവധി ഗാനങ്ങൾക്ക് അദ്ദേഹം ഈണം പകർന്നു. ഗാനഗന്ധർവൻ്റെ ശ്രുതി മനോഹരമായ നിരവധി തമിഴ് ഗാനങ്ങൾക്ക് അദ്ദേഹം ഈണം പകർന്നപ്പോൾ മലയാളികൾക്ക് സംഗീതത്തിൻ്റെ പുത്തൻ അനുഭവമാണ് അത് പകർന്നു നൽകിയത്. മലയാളത്തിൻ്റെ വാനമ്പാടി ചിത്രയ്ക്ക് ദേശീയ പുരസ്കാരം ആദ്യമായി ലഭിച്ചതും ഇളയരാജയുടെ സംഗീതത്തിൽ പിറന്ന ഗാനത്തിൻ്റെ ആലാപനത്തിലൂടെയായിരുന്നു. ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ പരിഗണിച്ച് രാജ്യം അദ്ദേഹത്തെ പത്മവിഭൂഷൺ നൽകി ആദരിക്കുകയും ചെയ്തു. നിരവധി അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഇളയരാജ 4 തവണ ദേശീയ പുരസ്കാരം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതിൽ 3 തവണ മികച്ച സംഗീത സംവിധാനത്തിനും 1 തവണ മികച്ച പശ്ചാത്തല സംഗീതത്തിനുമായിരുന്നു. കൂടാതെ കേരള സർക്കാരിൻ്റെ മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം 3 തവണ, തമിഴ്നാട് സർക്കാരിൻ്റെ മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം 6 തവണയും ഇളയരാജയെ തേടിയെത്തിയിട്ടുണ്ട്. 2010-ലാണ് രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകിയും ആദരിച്ചത്. തെന്നിന്ത്യൻ സംഗീത ലോകത്തിന് അനശ്വരമായ ഗാനങ്ങൾ സമ്മാനിച്ച ആ സംഗീത പ്രതിഭയ്ക്ക് യോഗനാഥൻ ന്യൂസിൻ്റെ ജന്മദിനാശംസകൾ.